കോഴിക്കോടും കണ്ണൂരിലും BLO ആളുമാറി വോട്ട് ചെയ്യിച്ചെന്ന് പരാതി. കോഴിക്കോട് പെരുവയലിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ BLO 91കാരിയുടെ വോട്ട് 80കാരിയെ കൊണ്ട് ചെയ്യിച്ചെന്ന് LDF പരാതി നൽകി. കണ്ണൂർ 70-ാം നമ്പർ ബൂത്തിൽ ആൾമാറാട്ടം നടത്തി വോട്ട് രേഖപ്പെടുത്തിയെന്ന പരാതിയിൽ BLOയ്ക്കും പോളിംഗ് ഓഫീസർക്കുമെതിരെ പോലീസ് കേസെടുത്തു. വടകരയിൽ ഇരട്ടവോട്ട് ആരോപണവുമായി LDFും കോൺഗ്രസും രംഗത്തെത്തി. കോഴിക്കോട് പെരുവയൽ 84-ാം ബൂത്തിൽ വീട്ടിൽ വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് 91കാരി പായംപുറത്ത് ജാനകിയമ്മ. വോട്ട് ചെയ്തത് ലിസ്റ്റിൽ പോലുമില്ലാത്ത കോടശ്ശേരി ജാനകിയമ്മ. അങ്ങനെ പറ്റിപ്പോവുക. ഓളെക്കാട്ടിലും 10 വയസ്സിന് മുമ്പ് ഞാനാ. അപ്പോൾ ഓളും ഞാനും പാടിയായിട്ടുള്ള കുറച്ചേരി ജാനകിയമ്മയും പായപ്പുറത്തെ ജാനകിയമ്മയും പാടിയായിട്ട് തെറ്റിപ്പോവില്ലല്ലോ. അപ്പം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ വോട്ട് ഞാൻ തന്നെ ചെയ്യണ്ടേ. ആള് മാറിയ കാര്യം LDFന്റെ ബൂത്ത് ഏജന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് പ്രവർത്തകനായ BLO നിർബന്ധിച്ച് കോടശ്ശേരി ജാനകിയമ്മയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചെന്നാണ് LDF പരാതി. ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് തെറ്റാണ്, ഞങ്ങൾ പരാതിയായിട്ട് പോകും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞാൽ, എന്നിട്ടും അവരത് ചെവിക്കൊള്ളാതെ അത് പണിയെടുക്കുക ചെയ്ത്. അതുകൊണ്ട് ഇപ്പം അമ്മയ്ക്കും വലിയ പ്രയാസം. കാരണം ഇനിയിപ്പോൾ ഒരു വോട്ട് ചെയ്യാനുള്ള ബാല്യമുണ്ടോ എന്നാണ് അമ്മ ചോദിച്ചത്. തനിക്കൊന്നും അറിയില്ലെന്ന് വോട്ട് ചെയ്ത ജാനകിയമ്മയും പറഞ്ഞു. നടക്കാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ. അന്നപ്പോ വോട്ട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു, അത്രയേ ഉള്ളൂ. മക്കളോട് അപേക്ഷ വല്ലതും കൊടുത്തായിരുന്നോ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി? ഞാൻ ഒന്നും കൊടുത്തില്ല. കണ്ണൂർ കീഴ്ത്തള്ളിയിൽ 86കാരി K കമലാക്ഷിയുടെ വോട്ട് പട്ടികയിൽ പേരില്ലാത്ത കൃഷ്ണകൃപയിൽ V കമലാക്ഷിയെ കൊണ്ട് BLO ചെയ്യിപ്പിച്ചു എന്ന പരാതിയിൽ പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ്, BLO K ഗീത എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇരുവരെയും കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. വടകര മണ്ഡലത്തിലെ കുറ്റ്യാടി 137-ാം നമ്പർ ബൂത്തിലെ 11 വോട്ടർമാർക്ക് 138-ാം നമ്പർ ബൂത്തിലും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. നാദാപുരം 81-ാം ബൂത്തിലെ 7 വോട്ടർമാരുടെ പേര് 84-ാം ബൂത്തിനും ചേർത്തെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു. ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനാണ് നോട്ടീസ് നൽകിയത്. കോഴിക്കോട് പെരുവയലിൽ ആളുമാറി വോട്ട് ചെയ്ത സംഭവത്തിൽ 4 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കോഴിക്കോട് നിന്ന് ഷിത ജഗത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഷിതാദ്യം, ഷാഫി പറമ്പിലിന് നോട്ടീസ് അയക്കാനിടയായ സംഭവം, ആ പരിപാടി എന്തായിരുന്നു? അതുപോലെ ആളുമാറി വോട്ട് ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ആർക്കൊക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്? ദിവ്യ, ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ വടകര ജുമാത്ത് പള്ളിയോട് ചേർന്നുള്ള വഖഫ് ഭൂമിയിൽ ഒരു പരിപാടി നടത്തിയിരുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഒരു പരിപാടിയാണ്. ആ പരിപാടിക്കെതിരെയാണ് പരാതി ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആരാധനാലയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഷാഫി പറമ്പിൽ പ്രഥമ ദൃഷ്ട്യാ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നുള്ള കാര്യം കൂടെ ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഈ പെരുന്നാളിൻ്റെ ആ സമയത്ത് തന്നെ ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരുന്നു. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ദിവ്യ, യെസ്, അതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. അതുപോലെ ഷിത, നമ്മൾ രണ്ടാമത്തെ വാർത്ത പരിശോധിച്ചപ്പോൾ ഇരട്ട വോട്ട് ചെയ്യിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. അത് പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണോ നടപടി? തീർച്ചയായും ദിവ്യ, ഒരാളുടെ വോട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റകൃത്യമാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ്. അത് അങ്ങനെ ഒരു പ്രഥമ ദൃഷ്ട്യാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ 4 പേരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പെരുവയലിൽ കൊടശ്ശേരിയിലുള്ള 2 സ്ത്രീകൾ, 2 പേരുടെയും പേര് ഒന്നാണ്. പക്ഷേ അവിടുത്തെ LDFന്റെ ബൂത്ത് ഏജന്റ് കൃത്യമായി അവരോട് ഇന്ന ആളല്ല, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല, അവർ വോട്ടിന് അപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും 81കാരിയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് LDF നൽകിയിരിക്കുന്ന പരാതി. 92 വയസ്സുള്ള ജാനകിയമ്മയാണ് ശരിക്കും വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ അവർക്കാകട്ടെ വോട്ട് ചെയ്യാനും സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ LDF നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇവർക്കെതിരെ കേസെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, 2 പരാതികളിലാണ് ഇപ്പോൾ ഇടപെടൽ വന്നിരിക്കുന്നത്. ഒന്ന്, ഷാഫി പറമ്പിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രണ്ടാമത്തേത് ഇരട്ട വോട്ട് ചെയ്യിച്ച സംഭവത്തിലാണ് 4 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. ഷിത ജഗതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.